കുട്ടികളെ ബന്ദികളാക്കി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചതിന്റെ ഞെട്ടൽ മാറാതെ മുംബൈ നഗരം. സംഭവത്തിൽ മഹാരാഷ്ട്ര സർക്കാരിനെതിരെ കോൺഗ്രസ് രംഗത്തു വന്നു. സർക്കാരിന് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാൻ കഴിയില്ല എന്നാണ് അവർ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ് വിവരങ്ങളുമായി. ശ്രീനാഥ്, യഥാർത്ഥത്തിൽ ഈ കുട്ടികളെ ബന്ദിയാക്കിയ ആൾ കൊല്ലപ്പെട്ടു. അതിനുശേഷം നമ്മൾ ആലോചിക്കുമ്പോൾ ഇതിൽ രാഷ്ട്രീയമുണ്ടോ? SKN പലതരം വാദങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. രോഹിത് ആര്യ എന്നതാണ് ഈ പ്രതിയുടെ പേര്. ഇയാൾ കുട്ടികളെ ഓഡിഷൻ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയാണ് 17 പേരെ ആ കെട്ടിടത്തിനകത്ത് ബന്ദിയാക്കി വെക്കുകയും വിലപേശാനുള്ള ശ്രമം നടത്തുകയും ചെയ്തത്. എന്തായിരുന്നു ഇയാളുടെ യഥാർത്ഥ മോട്ടീവ്? എന്തിനായിരുന്നു ഇങ്ങനൊരു വിലപേശൽ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇപ്പോൾ ചർച്ചയിൽ ഇങ്ങനെ നിറയുന്നത്. ഈ രോഹിത് ആര്യ നേരത്തെ 2 ആഴ്ചകൾക്ക് മുമ്പ് ദീപക് കേസർക്കർ, സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ വീടിന് മുന്നിൽ നിരാഹാര സമരം നടത്തിയിരുന്നു. ഇദ്ദേഹം സംസ്ഥാന സർക്കാരിന് വേണ്ടി സ്കൂളുകളുടെ ശുചീകരണവുമായി ബന്ധപ്പെടുത്തി ഒരു ഡോക്യുമെന്ററി ചിത്രം നിർമ്മിച്ച് നൽകിയിരുന്നു. അത് നിർമ്മിച്ച വകയിൽ 2 കോടി രൂപ ഇയാൾക്ക് കിട്ടാനുണ്ടായിരുന്നു എന്നതാണ് ഇയാൾ ഉന്നയിക്കുന്ന വാദം. അതേ തുടർന്നാണ് അന്ന് നിരാഹാര സമരമടക്കം നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിൽ നിന്ന് അനുകൂലമായ യാതൊരു നടപടിയും ഉണ്ടാകാതെ വന്നതോടെയാണ് ഇങ്ങനെയൊരു സാഹസത്തിന്, ഇങ്ങനെയൊരു കുറ്റകൃത്യത്തിന് ഇയാൾ മുതിർന്നത് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ ഘട്ടത്തിൽ ദീപക് കേസർക്കറുടെ പ്രതികരണവും വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം പറയുന്നത് ഇങ്ങനെ കുറച്ച് പണം അദ്ദേഹത്തിന് നൽകാനുണ്ട് എന്ന കാര്യം അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലിയ തുക നൽകാനുണ്ടോ എന്ന കാര്യത്തിൽ തനിക്ക് ആ വാദം ശരിയല്ല എന്നതാണ് തനിക്ക് തോന്നുന്നത് എന്നതാണ് അദ്ദേഹം പറയുന്നത്. കോൺഗ്രസ് ആവട്ടെ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് വിജയ് വട്ടേത്തിവാർ ആവട്ടെ, സർക്കാരിന് ഈ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിയാൻ കഴിയില്ല, സർക്കാർ ഇങ്ങനെ ആർക്കൊക്കെ ഇതുപോലെ പണം കൊടുക്കാൻ കുടിശ്ശിക വരുത്തിയിട്ടുണ്ട് എന്ന കാര്യം പറയണം എന്നതാണ് ഈ വിജയ് വട്ടേത്തിവാർ ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിട്ടുള്ളത്. ഏതായാലും തേഴ്സ്ഡേ എന്ന പേരിൽ യാമി ഗൗതം അഭിനയിച്ച ഒരു സിനിമയുണ്ട്. അതിൽ കുട്ടികളെ ബന്ദിയാക്കി വെച്ച് പ്രധാനമന്ത്രി അടക്കമുള്ളവരുമായി വിലപേശുന്നതാണ് ആ സിനിമയുടെ ഇതിവൃത്തം. അതിന് സമാനമായ രംഗങ്ങളാണ് യഥാർത്ഥത്തിൽ ഇന്നലെ ഉച്ചയോടെ 2 മണിയോടെ മുംബൈ നഗരം സാക്ഷ്യം വഹിച്ചത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.